الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികൾ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പല രൂപത്തിലാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഖുർആനിലൂടെ തന്നെ അള്ളാഹു പല ചരിത്രങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അത് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. എങ്ങനെ ജീവിക്കണം, ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഖുർആനിൽ അള്ളാഹു ചരിത്രങ്ങൾ പറയുന്നത്, കഥകൾ പറയുന്നത്, ഓരോ സംഭവങ്ങൾ, കഴിഞ്ഞുപോയ സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, പറഞ്ഞു തരുന്നത്. അത് വെറുതെ ഒരു കഥാപ്രസംഗമായിട്ട് ആൾക്കാരെ രോമാഞ്ചം കൊള്ളിപ്പിക്കാനോ ചെറിയ കുട്ടികൾക്ക് കഥകളായി പറഞ്ഞു കൊടുക്കാനോ ഉറങ്ങാൻ കഥകൾ പറഞ്ഞ് രസിപ്പിക്കാനോ അതിനൊന്നുമല്ല അള്ളാഹു ചരിത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓരോ സംഭവങ്ങളും അള്ളാഹു വിശദീകരിച്ചു തന്നിട്ടുള്ളത് മനുഷ്യർക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയും അള്ളാഹു മനുഷ്യരെ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അമ്പിയാക്കൾ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരും അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും. അള്ളാഹുവിന്റെ ഔലിയാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളെക്കാൾ വലിയ ഔലിയാക്കൾ, അവരെക്കാൾ വലിയ വലിയ്യുകൾ അള്ളാഹു നമ്മുടെ മുമ്പ് ചരിത്രത്തിൽ ഒരാളും തന്നെ ഇല്ല. എത്ര തന്നെ വലിയാണെന്ന് പറഞ്ഞാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാനെ പോലെ, അലിയിനെ പോലെ, അതുപോലെ സഹാബത്തിന്റെ എത്ര ദറജയിലെത്തുന്ന ഒരു വലിയും തന്നെ ദുനിയാവിലില്ല. ഏറ്റവും സ്ഥാനമുള്ളവർ അമ്പിയാക്കൾക്ക് ശേഷം ഔലിയാക്കളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ അത് സഹാബാക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ പലരും പറഞ്ഞു പറ്റിച്ചതും വഞ്ചിച്ചതും. അവരെ പോലെ നമുക്കാകാൻ കഴിയൂല, സഹാബത്തിനെ പോലെ നമുക്കാകാൻ കഴിയൂല. അതുകൊണ്ടാണ് നമ്മൾ ഇതിലൂടെ എന്തെങ്കിലും ഒരു കുറുക്ക് വഴി നമ്മൾ തേടണം, ഒരു വസീല നമുക്ക് വേണം അവരിലേക്ക് എത്താൻ. അവരെ പോലെ ആകാൻ നമുക്ക് അവരെ പോലെ ആകാൻ സാധിക്കൂല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്ന കാര്യം എന്താണ്? എല്ലാവർക്കും അള്ളാഹുവിന്റെ ഔലിയാക്കളാകാം, അള്ളാഹുവിന്റെ വലിയാകാം. അവൻ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അള്ളാഹുവിന്റെ വലിയ തഖ്വയുള്ള ആള് ആരാണ്? അള്ളാഹുവിന്റെ വലി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ, അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങളെ ഒന്നുപോലും തെറ്റിക്കാതെ ചെയ്യുന്നവരാണ് അവർ. അള്ളാഹു ഇംതിസാലു അവാമിരില്ല, അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർണ്ണമായിട്ടും അനുസരിക്കുന്നവരാണ് അവർ. വജ്തിനാബു നവാഹി, അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നവരുമാണ് തഖ്വയുള്ളവർ. അവരാണ് മുത്തഖികൾ, അവരാണ് ഔലിയാക്കൾ. യൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ, തഖ്വയുള്ളവർക്കാണ് നാം നാളെ സ്വർഗം നൽകുക എന്ന് അള്ളാഹു പറഞ്ഞു. അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. നമുക്ക് എല്ലാവർക്കും ആ ദറജയിലെത്താൻ സാധിക്കും, എല്ലാവർക്കും പറ്റും. അത് സഹാബത്തിന് മാത്രം അള്ളാഹു ഏൽപ്പിച്ച കാര്യമല്ല, സഹാബത്തിന് മാത്രം കൊടുത്ത പ്രത്യേകതകളല്ല. സഹാബാക്കളും നമ്മളെ പോലെ മനുഷ്യരാണ്. സഹാബാക്കൾക്കും തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ വലിയ മുത്തഖി എന്ന് പറയുന്നത് വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ, അവർ എന്തെങ്കിലും തെറ്റുകൾ അവരിൽ നിന്നും സംഭവിച്ചു പോയാൽ ദക്കറുല്ലാഹ്, ഉടനെ അവർ അള്ളാഹുവിനെ ഓർക്കുന്നതാണ്. അതാണ് വലിയ. ഒരു തെറ്റും ചെയ്യാതെ മലക്കിനെ പോലെ ജീവിക്കുന്നവനല്ല വലിയ. ഒരു തെറ്റും ചെയ്യാതെ ഒരു തിന്മകളും ചെയ്യാതെ മലക്കിനെ പോലെ ജീവിക്കുന്നവരല്ല വലിയ. അവരല്ല മുത്തഖികൾ. മുത്തഖികളിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചേക്കാം. കുല്ലു ബനി ആദമ ഖത്താഊൻ, ആദം സന്തതികൾ മുഴുവൻ തെറ്റുകൾ ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈന, ആ തെറ്റുകൾ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ അത്തവ്വാബൂൻ, തായിബ് എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒരു തവണ തൗബ ചെയ്യുന്നവൻ എന്നല്ല പറഞ്ഞത്. അവരിൽ നിന്നും വീണ്ടും വീണ്ടും തിന്മകൾ വന്നു പോയാലും ഉടനെ അവർ അള്ളാഹുവിനെ ഓർക്കുകയും തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നവരാണ് അവർ. അവരാണ് മുത്തഖീകൾ. നമുക്ക് എല്ലാവർക്കും ആ ദറജയിലെത്താൻ സാധിക്കും. അത് ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രം അള്ളാഹു എഴുതി കൊടുത്ത കാര്യമല്ല. സഹാബത്തിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബത്തിലൂടെ നമുക്കത് കാണിച്ചു തന്നു. ആ സഹാബത്ത് അവർ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ പോലെയാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ആ ദറജയിൽ നമുക്ക് എത്താൻ കഴിയും. സഹാബാക്കളും ഇതുപോലെ നമ്മളെ പോലെ സാധാരണക്കാരാണ്. നമ്മളെ പോലെ കച്ചവടക്കാരുണ്ട്, നമ്മളെ പോലെ പാവപ്പെട്ടവരുണ്ട്, നമ്മളിലുള്ളതുപോലെ പണക്കാരുണ്ട്, നമ്മളിലുള്ളതുപോലെ എല്ലാ പ്രായക്കാരുമുണ്ട്. എല്ലാം ഉണ്ടായിരുന്നു സഹാബാക്കൾ. അവർ പ്രത്യേകം ഒരു ജനങ്ങളായിരുന്നില്ല, പ്രത്യേകം ഒരു കൂട്ടം മനുഷ്യരല്ല. നമ്മളെ പോലെ സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ടാണ് അവരിൽ നിന്ന് പല പിഴവുകളും വന്നുപോയതും. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? നാമും അവരിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളണം. എന്നിട്ട് മനസ്സിലാക്കണം ആരാണ് വലിയ, ആരാണ് മുത്തഖി. ആ മുത്തഖിയാവാൻ, വലിയാവാൻ നാം എന്ത് ചെയ്യണമെന്ന്. ഈ സംഭവം, ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നടന്ന ഒരു സംഭവം നമുക്കറിയാം. ആ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളേണ്ടത്, ഇതിൽ നിന്ന് നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഒരു മുത്തഖിയാവാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സംഭവമാണ് ഹാദിസത്തുൽ ഇഫ്ക് എന്നുള്ളത് നമുക്കറിയാം. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയെ പറ്റി വ്യഭിചാരാരോപണം നടത്തിയ സംഭവം. ആയിഷ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇദാ അറാദ അൻ യഖ്റുജ അഖ്റഅ ബൈന അസ്വാജി, അദ്ദേഹം എവിടെയെങ്കിലും യാത്ര പുറപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും യുദ്ധത്തിന് പോകുന്നുണ്ടെങ്കിൽ തന്റെ ഭാര്യമാർക്കിടയിൽ നെറുക്കിടുമായിരുന്നു ആരാണ് എന്റെ കൂടെ ഇന്ന് യാത്ര ചെയ്യേണ്ടതെന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനുൽ മുസ്തലഖ് യുദ്ധത്തിന് പോകുമ്പോ റസൂലുള്ളാഹി തങ്ങൾ നെറുക്കിട്ടു. അന്ന് നെറുക്ക് വീണത് ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ യാത്രയായി. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് മദീനയോട് അടുത്തുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഫസിർനാ ഹത്താ ഇദാ ഫരിഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗസ്വതി തിൽക വഖഫല വദനൗനാ മിനൽ മദീന. അങ്ങനെ ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ മദീനയുടെ അടുത്തെത്തി. അതിന ലൈലതൻ ബിർറഹീൽ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇന്ന് രാത്രിയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം. അങ്ങനെ
ആ സ്ഥലത്തിറങ്ങുകയും വിശ്രമിക്കുകയും അവരുടെ കാര്യങ്ങൾ സാധിക്കുകയും എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തിരിച്ചു പോകാനിരിക്കുകയാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഒട്ടകപ്പുറത്താണ് ഇരിക്കുന്നത്. ആ ഒട്ടകക്കട്ടിലിൽ നിന്ന് ഇറങ്ങിപ്പോയി അത് ആയിഷ റളിയല്ലാഹു അൻഹ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഇവരെല്ലാവരും അവിടുന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, നമ്മൾ മദീനയുടെ അടുത്തെത്തി. അങ്ങനെ നമ്മൾ അവിടെ വിശ്രമിച്ചിരുന്ന സമയത്ത് ഞാൻ എന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഒന്ന് ദൂരേക്ക് പോയി മാറിയിരുന്നു. പക്ഷെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ കാര്യം അറിയിച്ചിരുന്നില്ല. കാരണം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അന്ന് വയസ്സ് 15 വയസ്സാണ്. 15 വയസ്സുള്ള ആയിഷ ബീവി എങ്ങനെയാണ് ഒരു യാത്ര പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് ആയിഷ ബീവി പറയാ, ഞാനന്ന് ചെറിയ പ്രായമുള്ള പെൺകുട്ടിയാണ്, 15 വയസ്സേ പ്രായമുള്ളൂ. അങ്ങനെ ഞാൻ എന്റെ കാര്യങ്ങൾ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോയ സമയത്ത് എന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഫഹബിസനി എന്നെ അവിടെ തടഞ്ഞു വെച്ചു. ഇബ്തിഗാഉഹു ആ മാലയോടുള്ള എന്റെ ആഗ്രഹം. ഞാൻ ഈ ഒട്ടകക്കൂട്ടങ്ങൾ, ഈ യാത്രക്കാർ, യുദ്ധത്തിന് വന്ന സഹാബാക്കൾ അവർ എന്തായി, എപ്പോഴാണ് പോകുന്നത്, അവർ പോകാനായോ എന്നൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ എന്റെ മാലയിൽ തിരഞ്ഞു നടക്കുകയായിരുന്നു. അങ്ങനെ എന്റെ ഒട്ടകത്തെ വലിച്ചു കൊണ്ടുപോയിരുന്നവർ, എന്റെ ഒട്ടകക്കട്ടിൽ വഹിച്ചു കൊണ്ടുപോയിരുന്നവർ ഞാൻ അതിൽ ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ എന്റെ ഒട്ടകത്തെയും കൂട്ടി യാത്രയായി. എന്നിട്ട് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലദീ കുന്തു റകിബ്തു, ഞാൻ കയറിയ ഒട്ടകം കൊണ്ട് അവർ യാത്രയായി. വകാന നിസാഉ ഇദാക ഖിഫാഫൻ, ആ സമയത്ത് സ്ത്രീകൾ വളരെ മെലിഞ്ഞവരായിരുന്നു. ലം യുസ്ഖിലുഹുന്നൽ ലഹ്മു, തടിയുള്ളവരായിരുന്നില്ല, ഭാരമുള്ളവരായിരുന്നില്ല. ഇന്നമാ തഅകുലുൽ ഉൽഖത മിനത് തആം, കുറച്ച് മാത്രമേ സ്ത്രീകൾ അന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. ഫലം യസ്തൻകിരിൽ ഖൗമു ഖിഫ്ഫതൽ ഹൗദജി ഹീന റഫഉഹു, അതുകൊണ്ട് തന്നെ ആ ഒട്ടകക്കട്ടിലിനെ വഹിച്ചവർക്ക് മനസ്സിലായിട്ടില്ല ഞാൻ അതിന്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ അത്രയേ ഭാരമുള്ളൂ, വലിയ ഭാരമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ കന ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഉള്ളിലുണ്ടോ ഇല്ലയോ എന്നറിയാതെ അവർ ആ ഒട്ടകക്കട്ടിലെടുത്ത് ഒട്ടകത്തിന്റെ പുറത്ത് വെക്കുകയും റസൂലുള്ളാഹി തങ്ങളോടും അറിയിച്ചിട്ടില്ല ആയിഷ ബീവി ദൂരേക്ക് പോയത്. ആരും അറിഞ്ഞിട്ടില്ല ആയിഷ ബീവി പോയത്. അങ്ങനെ അവർ യാത്രയായി. വകുന്തു ജാരിയതൻ, ഞാൻ ചെറിയൊരു പെൺകുട്ടിയാണ്, 15 വയസ്സുള്ള പെൺകുട്ടി. ഫബഅസു അൽജമല വസാറു فوجدت عقدي بعدما استمر الجيش فجئت منازلهم وليس بها داع ولا مجيب. അങ്ങനെ ഞാൻ എന്റെ ആ മാല എനിക്ക് കിട്ടി. ഞാൻ മാലയും എടുത്ത് ആ യാത്രക്കാരൻ ഇരുന്ന സ്ഥലത്തേക്ക് പോയപ്പോ ലാ ദാഇ വലാ മുജീബ്, അവിടെ വിളിക്കാനോ ഉത്തരം നൽകാനോ ഒരാളും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റക്ക മരുഭൂമിയിൽ ആ രാത്രിയുടെ ഇരുട്ടിൽ. ഫഗലബത് ഐനായ ഫനിംതു, പെട്ടെന്ന് എനിക്ക് ഉറക്കു വന്നു, ഞാൻ അവിടെ ഉറങ്ങിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല 15 വയസ്സുള്ള പെൺകുട്ടിയെ സംരക്ഷിക്കുകയായിരുന്നു. ആ മരുഭൂമിയിൽ ആരാരുമില്ലാത്ത സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റഹ്മത്ത് എന്നോണം, കാരുണ്യം എന്നോണം ആയിഷ റളിയല്ലാഹു അൻഹയെ ഉറക്കി കളഞ്ഞു. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ജിൽബാബിന്റെ ഹിജാബിന്റെ ആയത്തിറങ്ങിയതിന് ശേഷമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഞാൻ എന്റെ ജിൽബാബ് പൂർണ്ണമായിട്ടും ചുറ്റിയിട്ട് അവിടെ കിടന്നുറങ്ങി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ യാത്ര കഴിഞ്ഞു വരുമ്പോഴും റസൂലുള്ളാഹി തങ്ങളുടെ ആ സംഘത്തിന്റെ പിറകിലായിട്ട് 2 പേരെ അയക്കുമായിരുന്നു. അതായത് ഒരു സംഘം മുന്നോട്ട് പോകുമ്പോൾ അതിൽ 2 പേർ അവസാനമാണ് വരിക. ഈ പോകുന്ന യാത്രക്കിടയിൽ അവരിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ 2 പേര് അതും എടുത്തുകൊണ്ടാണ് വരിക. അങ്ങനെ 2 പേരെ റസൂലുള്ളാഹി തങ്ങൾ ഏൽപ്പിക്കുമായിരുന്നു. അങ്ങനെ ആയിഷത്തു സിദ്ദീഖ ആ രാത്രിയിൽ ആ മരുഭൂമിയിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഫഅമംതു മൻസിലി الذي كنت به وظننت انهم سيفقدوني فيرجعون الي, ഞാൻ വിചാരിച്ചു അവർ ഞാനില്ല എന്ന് മനസ്സിലാക്കുകയും എന്നിലേക്ക് തിരിച്ചു വരികയും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വകാന സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ അസ്സുലമി, സഫ്വാൻ ഇബ്നു മുഅത്തൽ എന്ന സഹാബി, ثم الذكواني, പിന്നെ ദക്വാൻ ഗോത്രത്തിൽപ്പെട്ട ഒരു സഹാബിയും, അവർ 2 പേരെയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ ജയ്ഷിന്റെ ആ സംഘത്തിന്റെ പിറകിൽ വരാൻ ഏൽപ്പിച്ചിരുന്നത്. ഫഅദ്ലജ ഫഅസ്ബഹ ഇൻദ മൻസിലി,
അങ്ങനെ രാത്രിയിൽ അവർ അവിടെ സഞ്ചരിച്ചു വരികയും അങ്ങനെ പകലിന്റെ അടുത്തെത്തിയപ്പോൾ സുബഹിന്റെ സമയമായപ്പോൾ അവർ ഞാൻ ഇരുന്ന സ്ഥലത്തെത്തി, ഞാൻ കിടന്ന സ്ഥലത്തെത്തി. അപ്പോൾ ആ രണ്ട് സഹാബാക്കൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു ശരീരം, ഒരു കോലം, ഒരു രൂപം കാണാനിടയായി. ആ സഹാബാക്കൾ ഉടനെ വന്നു. ഞാൻ ഉറക്കത്തിൽ എന്റെ ജിൽബാബ്, എന്റെ ഹിജാബ് മുഖത്ത് നിന്നും മാറിയിരുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിലെ പെൺപിള്ളേർ കേൾക്കണം, നമ്മുടെ ഉപ്പമാര്, നമ്മുടെ പെൺമക്കൾ എങ്ങനെയാണ്, നമ്മുടെ ഭാര്യമാരെങ്ങനെയാണ്, നമ്മുടെ വീട്ടിലുള്ളവർ എങ്ങനെയാണ് ഹിജാബ് ധരിക്കുന്നത്, അന്യപുരുഷന്മാരിൽ നിന്നും മറ സ്വീകരിക്കുന്നത് എന്നീ സംഭവത്തിൽ നിന്ന് പഠിക്കണം. ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു 15 വയസ്സുള്ള ആയിഷ, 15 വയസ്സുള്ള ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന്റെ മുമ്പ് സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ എപ്പോഴും റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന സഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന് ഹിജാബ് ഇറങ്ങുന്ന ആയത്തിറങ്ങുന്നതിന്റെ മുമ്പ് അയാൾ എന്റെ മുഖം കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നത് കണ്ടപ്പോൾ അയാൾക്ക് എന്റെ മനസ്സിലായി. സഫ്വാൻ ഉടനെ തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് സഫ്വാൻ ഉറക്കെ പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി പറയാറുണ്ട്, ആരുടെയെങ്കിലും ശ്രദ്ധ പിടിച്ചു പറ്റണമെങ്കിൽ, ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ഉറക്കെ അല്ലാഹു അക്ബർ പറയുമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ടാണ് കാര്യങ്ങൾ പറയുക. അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു അൻഹു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞപ്പോ ഫസ്തൈഖൽതു ബിസ്തിർജാഇഹി, ആ സൗണ്ട് കേട്ടിട്ട്, ആ ശബ്ദം കേട്ടിട്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ഫഖമ്മർതു വജ്ഹി ബിജിൽബാബി, 15 വയസ്സുള്ള പെൺകുട്ടി പറയുകയാണ്, ഫഖമ്മർതു വജ്ഹി ബിജിൽബാബി, എന്റെ ജിൽബാബ് കൊണ്ട് ഞാൻ എന്റെ മുഖം മറച്ചു. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയ ഉടനെ എന്റെ ജിൽബാബ് കൊണ്ട് ഞാൻ എന്റെ മുഖം മറച്ചു. എന്നിട്ട് വവല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, മാ കല്ലമനി കലിമതൻ, സഫ്വാൻ എന്നോട് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. വലാ സമിഅതു മിൻഹു കലിമതൻ, അവനിൽ നിന്ന് ഞാൻ ഒരു വാക്ക് പോലും കേട്ടിട്ടുമില്ല. ഗൈറ ഇസ്തിർജാഇഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതല്ലാതെ. ഹത്താ അനാഖ റാഹിലതഹു ഫവതിയ അലാ യദൈഹാ ഫറുക്ബതൈഹാ ഫറകിബ്തുഹാ, അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു ആ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകത്തിന്റെ മുകളിലേക്ക് കയറി. ഫന്തലഖ യഖൂദു ബിർറാഹില, അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു അൻഹു ദക്വാൻ ഗോത്രത്തിൽപ്പെട്ട സഹാബിയും എന്നെയും കൊണ്ട് മദീനയിലേക്ക് യാത്രയായി. ഹത്താ അതൈനൽ ജയ്ശ ബഅദമാ നസലു മൂദിനീന ഫീ നഹ്രി അദ്ദഹീറ, ഒരു ഉച്ച സമയത്ത് മദീനയിൽ ആ ജയ്ഷിനോടൊപ്പം നമ്മൾ എത്തിച്ചേർന്നു, ആ സംഘത്തോടൊപ്പം നമ്മൾ എത്തിച്ചേർന്നു ഉച്ച സമയത്ത്. ഫഹലക മൻ ഹലക, അപ്പോഴേക്കും നശിച്ചവരൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. വകാനല്ലദീ തവല്ലൽ ഇഫ്ക അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂൽ, അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂൽ എന്ന മുനാഫിഖീങ്ങളുടെ നേതാവായിരുന്നു ഈ വ്യഭിചാരോപണത്തിന് ചുക്കാൻ പിടിച്ചത്. അയാളാണ് ഇതിന് തുടക്കം കുറിച്ചത്. ആ കൂട്ടത്തിൽ നശിച്ചവരൊക്കെ നശിച്ചുപോയി എന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഫഖദിംനൽ മദീന, നമ്മൾ മദീനയിലേക്ക് എത്തി. ഫശ്തകൈതു ഹീന ഖദിംതു ശഹ്റ, ഒരു മാസത്തോളം ഞാൻ രോഗിയായി കിടന്നു. വന്നാസു യുഫീദൂന ഫീ ഖൗലി അസ്ഹാബിൽ ഇഫ്, ആ വ്യഭിചാരോപണത്തിൽ ജനങ്ങൾ മുഴുകിയിരിക്കുകയാണ്. അവർ പറഞ്ഞ് മദീന മുഴുവൻ അവർ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിഷ വ്യഭിചാരിണിയാണെന്ന്, ആയിഷ വ്യഭിചാരിണിയാണെന്ന് പറഞ്ഞ് മദീനയിൽ പരത്തിക്കൊണ്ടിരിക്കുകയാണ് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂൽ എന്ന മുനാഫിക്കിന്റെ നേതൃത്വത്തിൽ. ലാ അശ്ഉറു ബിശൈഇൻ മിൻ ദാലിക വഹുവ യരീബുനി ഫീ വജഇ, ഞാൻ രോഗം ബാധിച്ച് ഒരു മാസത്തോളം കിടന്നതുകൊണ്ട് അതവർക്ക് സംശയിക്കാൻ ഒരു കാരണമായി. വേറൊരു റിവായത്തിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം ലാ അശ്ഉറു ബിശൈഇൻ മിൻ ദാലിക ഖാലതു ഫഖുൽതു സുബ്ഹാനല്ലാഹ് അവ ലഖദ് തഹദ്ദസ الناس ബിഹാദാ, ആയിഷത്തു സിദ്ദീഖ ഈ സംഭവം അറിഞ്ഞപ്പോൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, എന്നെ പറ്റി ഇങ്ങനെയൊക്കെയാണോ മനുഷ്യർ പറഞ്ഞു പരത്തുന്നത്? വേറൊരു റിവായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മയോട് പറയുകയാണ്, വഖദ് അലിമ ബിഹി അബി, എന്റെ വാപ്പ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടോ? ഖാലത് നഅം, ഉമ്മ പറഞ്ഞു, ഉമ്മ റൂമാൻ പറയുകയാണ്, അതെ. ഖുൽതു വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടോ? ഖാലത് നഅം, അതെ എന്ന് മറുപടി പറഞ്ഞപ്പോ
വസ്തഅബർതു വബകൈതു, ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഫസമിഅ അബൂബക്കർ അൻ സൗതി, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്റെ ശബ്ദം കേട്ടിട്ട് വീട്ടിന്റെ മുകളിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്റെ ഉപ്പ താഴേക്ക് ഇറങ്ങി വന്നു. ഫനസല ഫഖാല ലി ഉമ്മി, വന്നിട്ട് എന്റെ ഉമ്മാനോട് ചോദിച്ചു, മാ ശഅനുഹ, എന്റെ മോൾക്ക് എന്ത് പറ്റി? ഖാലത് ബലഗഹ അല്ലദീ ദുകിറ മിൻ ശഅനിഹ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആയിഷത്തു സിദ്ദീഖയുടെ ഉമ്മ അവിടെ വെച്ച് പറഞ്ഞു, നിങ്ങളുടെ മകൾ, അവളെ പറ്റി പറയപ്പെട്ട, അവളെ പറ്റി ആരോപിക്കപ്പെട്ട കാര്യം നിങ്ങളുടെ മകൾ അറിഞ്ഞു. 1 മാസത്തോളം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ വാപ്പ അവിടെ നിന്ന് കരയുകയാണ്. അബൂബക്കർ എന്ന ഒരു പെണ്ണിന്റെ ഉപ്പ, 15 വയസ്സുള്ള ഒരു പെണ്ണിന്റെ ഉപ്പ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. എന്റെ പൊന്നുമോളെ, നീ ഇപ്പൊ എവിടത്തേക്കും പോണ്ട, നീ ഇപ്പൊ എവിടേക്കും പോണ്ട, നീ ഇവിടെ തന്നെ നിൽക്ക്. അങ്ങനെ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് മടങ്ങി, വീട്ടിൽ റൂമിൽ പോയി കിടന്നു. ഈ ഹദീസ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ എങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞത് എന്ന് പല റിവായത്തിൽ നമുക്ക് കാണാം. അതിൽ ഒരു ഹദീസിൽ ഒരു റിവായത്തിൽ പറയുന്നത്, അന്നല്ലദീ അഖ്ബറ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഈ വിവരം അറിയിച്ചത് അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബൈന അന ഖാഇദത്തുൻ അന വആയിഷ, ഞാനും ആയിഷയും ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ, ഞാനും ആയിഷയും ഇരിക്കുന്ന സമയത്ത് വീട്ടിലിരിക്കുമ്പോ ഇത് വലജത് ഇംറഅത്തുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ നമ്മളിലേക്ക് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ഫഅലല്ലാഹു ബിഫുലാൻ വഫഅല ബിഫുലാൻ, അല്ലാഹു ഇന്ന ആളുകളെയൊക്കെ നശിപ്പിച്ചു കളയട്ടെ. ഫഖാലത് ഉമ്മു റൂമാൻ വമാ ദാക, ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് സംഭവം, എന്താണ് അവരൊക്കെ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഇബ്നി ഫീ മൻ ഹദസൽ ഹദീസ് ഖാലത് വമാ ദാക, എന്റെ മകനും അതിൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോ എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ആ അൻസാരിയായ സ്ത്രീ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, എന്റെ വാപ്പ അതറിഞ്ഞോ? എന്റെ റസൂൽ, എന്റെ ഭർത്താവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ പറഞ്ഞു, ഖാലത് നഅം, ആ അൻസാരിയായ സ്ത്രീ പറഞ്ഞു, ഖാലത് നഅം, അതെ, നിന്റെ വാപ്പയും നിന്റെ ഭർത്താവും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട്. ഫഖറത് മഗ്ശിയൻ അലൈഹ, ആ 15 വയസ്സുള്ള ആയിഷ ഫഖറത് മഗ്ശിയൻ അലൈഹ, ആ സംഭവം കേട്ട് ബോധം കെട്ട് വീണു. ഫലമ്മാ അഫാഖത് ഇല്ലാ വഅലൈഹാ ഹുമ്മാ ബിനാഫിൽ, അതിശക്ത ബോധം വരുമ്പോൾ അതിശക്തമായ ചുട്ടുപൊള്ളുന്ന പനിയായിരുന്നു ആ 15 വയസ്സുള്ള ആയിഷ റളിയല്ലാഹു അൻഹക്ക്. ആ ചുട്ടുപൊള്ളുന്ന, എന്നിട്ട് അൻസാരിയായ സ്ത്രീ ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫതറഹ്തു അലൈഹാ സിയാബഹാ ഫഗത്തൈതുഹാ, ഞാൻ മൂടി പുതച്ചു കൊടുത്തു ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക്. ഫബകൈതു തിൽക്കൽ ലൈല, ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഫബകൈതു തിൽക്കൽ ലൈല, ആ രാത്രി ഞാൻ കരഞ്ഞു. ഹത്താ അസ്ബഹതു, രാവിലെ ആകുന്നത് വരെ ഞാൻ കരഞ്ഞു. ലാ യർഖഉനി ദംഉൻ, എന്റെ കണ്ണുനീര് അന്ന് രാത്രി നിലച്ചിട്ടില്ല. വലാ അക്തഹിലു ബിനൗമിൻ, അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. സുമ്മ അസ്ബഹതു അബ്കി, ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ രാവിലെ പകൽ വെളുപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങുന്നില്ല. 1 മാസമായിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി ഇറങ്ങുന്നില്ല. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് പോയി. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, ഉസാമ റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു. ഇവർ രണ്ടുപേരും റസൂലുള്ളാഹി തങ്ങളോട് അങ്ങേയറ്റം അടുപ്പമുള്ളവരാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ചെറുപ്പം മുതൽ വളർന്നു വന്നവരാണ്. അവരെ വിളിച്ചിട്ട് ചോദിച്ചു, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഖാലത്ത്, ആയിഷ ബീവി പറയാ, ഫഅമ്മാ ഉസാമ ബിൻ സൈദ് ഫഅശാറ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബില്ലദി യഅലമു മിൻ ബറാഅതി അഹ്ലിഹി, ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളോട്, വബില്ലദി യഅലമു ലഹും ഫീ നഫ്സിഹി മിനൽ വുദ് യാ റസൂലല്ലാഹ് അഹ്ലുക വലാ നഅലമു ഇല്ലാ ഖൈറാ, താങ്കളുടെ കുടുംബത്തെ പറ്റി ഖൈറല്ലാതെ എനിക്കൊന്നും അറിയില്ല, എനിക്കൊരു സംശയവുമില്ല. ആയിഷ ബരിയത്താൻ, ആയിഷ നിരപരാധിനിയാണ്, ആയിഷയെ പറ്റി ഖൈറായിട്ടുള്ള ഒന്നല്ലാതെ എനിക്കറിയില്ല. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ
അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലം യുദയ്യിഖില്ലാഹു അലൈക, അല്ലാഹു താങ്കളുടെ ദുനിയാവിനെ കുടുസാക്കിയിട്ടുമില്ലല്ലോ. വന്നിസാഉ സിവാഹാ കസീർ, അവളെ കൂടാതെ ധാരാളം സ്ത്രീകൾ ഈ മദീനയിലുണ്ടല്ലോ. വഇൻ തസ്അലിൽ ജാരിയത തസ്തുഖി തസ്തുഖ, തങ്ങൾ ആ അടിമ സ്ത്രീയായ ബരീറയോട് ചോദിച്ചാൽ ആ സ്ത്രീ താങ്കളോട് സത്യം പറഞ്ഞേക്കാം. സഹാബാക്കൾ പോലും സംശയത്തിന്റെ നിഴലിലാണ്. അതാണ് പറഞ്ഞത്, സഹാബാക്കളും സാധാരണ മനുഷ്യരാണ്, നമ്മളെ പോലെ സാധാരണ മനുഷ്യരാണ്. നമുക്കും അവരെ പോലെ ആകാൻ സാധിക്കും. അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ തഖ്വയോടുകൂടി ജീവിക്കാൻ തയ്യാറായാൽ സഹാബത്തിനെ പോലെ ഈ ദുനിയാവിൽ ജീവിക്കാനും നാളെ സഹാബത്തിന്റെ കൂടെ പ്രവാചകന്മാരുടെ കൂടെ ജന്നാത്തുൽ നഈമിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഈ ഇരിക്കുന്ന നമുക്കും സാധിക്കും. നമ്മൾ അവരിൽ നിന്ന് വിദൂരമല്ല. അവർ ജീവിച്ച ചരിത്രങ്ങൾ നമുക്ക് മുമ്പിൽ ഇന്ന് ലഭ്യമാണ്. അത് തുറക്കണം, പഠിക്കണം, എന്നിട്ട് അവരെ പോലെ ജീവിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ, റസൂൽ അലി റളിയല്ലാഹു അൻഹു പറയാ, വേറെയും സ്ത്രീകളുണ്ടല്ലോ പ്രവാചകരെ, ആ ബരീറയോടൊന്ന് ചോദിച്ചു നോക്ക്, അവൾ എന്താ പറയാ, അവൾ സത്യം പറയുമായിരിക്കും. റസൂലുള്ളാഹി തങ്ങൾ ബരീറയെ വിളിച്ചു. ഫഖാല ഐ ബരീറതു ഹൽ റഅയ്തി മിൻ ശൈഇൻ യുരീബുകി, സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും ആയിഷയിൽ നിന്ന് നീ കണ്ടിട്ടുണ്ടോ ബരീറ എന്ന് ചോദിച്ചപ്പോ ബരീറ പറയുകയാണ്, ലാ വല്ലദീ ബഅസക ബിൽ ഹഖ്, സത്യവുമായിട്ട് ഹക്കുമായിട്ട് താങ്കളെ അയച്ചിട്ടുള്ള അല്ലാഹു തന്നെയാണ് സത്യം. ഇൻ റഅയ്തു അലൈഹാ അംറൻ അഗ്മിസുഹു അലൈഹാ, എന്തെങ്കിലും ഒരു തെറ്റ് ആയിഷയിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആയിഷയെ അത് തിരുത്തുമായിരുന്നു. കാരണം ആയിഷ ചെറിയ പെൺകുട്ടിയാണ്. അക്സറ മിൻ അന്നഹ, അവൾ എന്താണെന്ന് എനിക്കറിയാം. മിൻ അന്നഹ ജാരിയത്തുൻ ഹദീദത്തുൽ സിൻ, അവൾ ചെറിയ പ്രായമുള്ള പെൺകുട്ടിയാണ്, ഒന്നിനും ശ്രദ്ധയില്ലാത്ത പക്വതയില്ലാത്ത പെൺകുട്ടിയാണ്. മാവ് ഭക്ഷണം ഉണ്ടാക്കാൻ, ഖുബ്സ് ഉണ്ടാക്കാൻ മാവ് കുഴച്ചു വെച്ചിട്ട് അതിൽ നിന്നും അതിന്റെ ഇടയിൽ ഉറങ്ങിപ്പോകാറുണ്ടായിരുന്നു ആയിഷ. അങ്ങനെ വീട്ടിൽ വളർത്തുന്ന ആടോ കോഴിയോ വന്നിട്ട് ആ മാവിൽ നിന്ന് ഭക്ഷിക്കുമായിരുന്നു. അത്രത്തോളം ചെറിയ പ്രായമുള്ള പെൺകുട്ടിയാണ്, അവൾക്ക് ഇതൊന്നും അറിയില്ല റസൂലേ എന്ന് ബരീറ പറഞ്ഞപ്പോ സഹാബാക്കൾ, കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കൾ, ചില സഹാബാക്കൾ ബരീറയെ ശാസിച്ചു, നീ സത്യം പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ഖതുലഹാ ബിഹി ഫഖാലത് സുബ്ഹാനല്ലാഹ്. നിർബന്ധിച്ചപ്പോ ആ സഹാബി വനിത ബരീറ പറയുകയാണ്, വല്ലാഹി മാ അലിംതു അലൈഹാ ഇല്ലാ മാ യഅലമു സ്സായിഗ് ഇല്ലാ മാ യഅലമു സ്സായിഗ് അലാ തിബിൽ ദഹബിൽ അഹ്മർ. ഒരു സ്വർണത്തിന്റെ പണിക്കാരൻ, ഒരു പ്രഗൽഭനായിട്ടുള്ള, ഇല്ലെങ്കിൽ സ്വർണത്തെ പറ്റി നല്ല അറിവുള്ള ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ, അവൻ എങ്ങനെയാണോ സ്വർണത്തിന് മനസ്സിലാക്കുന്നത് അതുപോലെ എനിക്ക് ആയിഷയെ അറിയാം, ആയിഷ നിരപരാധിനിയാണ് എന്ന് തന്നെ ഉറച്ചു പറഞ്ഞു. അവസാനം സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു സംഭവം അറിയാനിടയായി. ഫഖാല സുബ്ഹാനല്ലാഹ്, ആ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഇവരെന്താണ് ഈ പറയുന്നത്? വല്ലാഹി മാ കശഫ്തു കനഫ ഉൻസാ ഖത്തു, ഞാൻ ഇതുവരെ ഒരു സ്ത്രീയെ പോലും തൊട്ടു നോക്കിയിട്ടില്ല, ഒരു സ്ത്രീയെ പോലും ഞാൻ ഇതുവരെ ജിമാഇ ചെയ്തിട്ടില്ല, അല്ലാഹു തന്നെയാണ് സത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയിട്ട് മുസ്ലിമീങ്ങളോടായിട്ട് പ്രസംഗിച്ചു, എന്റെ കുടുംബത്തെ പറ്റി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന മുനാഫിഖീങ്ങളുടെ നേതാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്, അവനെ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണ് പറയുന്നത്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ഖസ്റജ് ഗോത്രത്തിന്റെ നേതാവായിരുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എഴുന്നേറ്റ് നിന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഔസ് ഗോത്രത്തിന്റെ നേതാവാണ് സഅദ് ഇബ്നു മുആദ്, അല്ലാഹുവിന്റെ റസൂലേ, അവൻ ഔസ് ഗോത്രത്തിൽ പെട്ടവനാണെങ്കിൽ അവന്റെ കഴുത്ത് ഞാൻ വെട്ടി അറുക്കുന്നതാണ്. ഇനി അവൻ ഖസ്റജ് ഗോത്രത്തിലാണെങ്കിൽ റസൂലുള്ളാഹി താങ്കളുടെ അനുവാദമുണ്ടെങ്കിൽ അവൻ ഞാൻ കൊന്നിട്ട് ഞാൻ വരാം എന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, ഖസ്റജ് ഗോത്രത്തിന്റെ നേതാവായിരുന്ന സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറയാ, നിനക്കൊരിക്കലും ഓനെ കൊല്ലാൻ കഴിയൂല, കാരണം അവരുടെ നേതാവ് ഞാനാണ്, സഹാബാക്കളാണ്, പക്ഷെ അവർ മനുഷ്യന്മാരാണ്. സ്വന്തം ഗോത്രത്തിലുള്ള ഒരാളെ കൊല്ലുന്നു പറഞ്ഞപ്പോ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇല്ല, ഈ ജന്മത്തിൽ നിനക്ക് അയാളെ കൊല്ലാൻ സാധിക്കൂല.
വലാ തഖ്ദിറു അലാ ഖദ്രി. അപ്പോഴാണ് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നത്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതൃസഹോദര പുത്രൻ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, കദബ്ത ലഅംറുല്ലാഹി ലനഖതുലന്നഹു, നീ കളവാണ് പറയുന്നത്, നമ്മൾ അവനെ കൊല്ലുക തന്നെ ചെയ്യും. ഖസ്റജ് ഗോത്രവും ഔസ് ഗോത്രവും തമ്മിൽ അടിയാകാൻ തുടങ്ങി. സഹാബകൾ പറയാ, ആയിഷ ബീവിയെ പറയാ, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള ജഹാലിയത്ത്, ആ ജാഹിലിയത്ത് പുറത്തു വന്നു. എന്റെ ഗോത്രത്തെ ആരും ഒന്നും ചെയ്യരുത്. അങ്ങനെ ആ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ അവിടെ അടിയായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ നിന്നുകൊണ്ട് അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ആദ്യം അവരുടെ പ്രശ്നത്തെ അല്ലാഹുവിന്റെ റസൂൽ തീരുമാനമാക്കി. എന്നിട്ട് ആയിഷ ബീവി പറയാ, ഫമകത്തു യൗമി ദാലിക ലാ യർഖഉ ലി ദംഉൻ, ആ ദിവസം ഞാൻ ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. വലാ അക്തഹിലു ബിനൗമി, ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഫഅസ്ബഹ അബവായ ഇൻദി വഖദ് ബകൈതു ലൈലതൈനി വയൗമ, രണ്ട് രാത്രിയും ഒരു പകലും ഉറങ്ങാതെ കണ്ണീരൊരു തുള്ളി മുറിയാതെ ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്റെ ഉപ്പയും ഉമ്മയും വിചാരിച്ചു, അന്നൽ ബുകാഅ ഫാലിഖുൻ കബ്ദി, ആ കരച്ചിൽ എന്നെ നശിപ്പിച്ചു കളയുമെന്ന്, എന്റെ കരളിനെ അത് നശിപ്പിച്ചു കളയുമെന്ന് എന്റെ മാതാപിതാക്കൾ വിചാരിച്ചു. അങ്ങനെ ഒരു സമയത്ത് فبينما هما جالسان عندي وانا ابكي فاستأذن علي امرأة من الانصار, അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി വനിത അവരുടെ അടുക്കിലേക്ക് കയറി വന്നു. എന്നിട്ട് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വരുന്നത്. فبينا نحن على ذلك دخل علينا رسول الله ثم جلس, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ അടുത്തിരുന്നു. എന്നിട്ട് പറയാ, വലം യജ്ലിസ് ഇൻദി മുൻദു മാ ഖീല, എന്നെ പറ്റി ഇങ്ങനെ ഈ വ്യഭിചാരോപണം പറയപ്പെട്ടത് മുതൽ, ആ സംഭവം മുതൽ റസൂലുള്ളാഹി തങ്ങൾ ഇതുപോലെ എന്റെ അടുത്ത് വന്നിരുന്നിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ എന്റെ അടുത്ത് വന്നിരുന്നിട്ടില്ല. ഇന്ന് റസൂലുള്ളാഹി തങ്ങൾ എന്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് പറഞ്ഞു, യാ ആയിഷ, യാ ആയിഷ, ഫഇന്നഹു ഖദ് ബലഗനി അൻകി കദാ വകദാ, എന്റെ ആയിഷ, നിന്നെ പറ്റി ഞാൻ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. ഫഇൻ കുന്തി ബരീഅതൻ ഫസയുബരിഉകി അല്ലാഹ്, നീ നിരപരാധിയാണെങ്കിൽ അല്ലാഹു തെളിയിക്കും നീ നിരപരാധിയാണെന്ന്. വഇൻ കുന്തി അൽബംതി ബിദംബിൻ, ഇനി നിന്റെ മക്കൾ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, സ്വന്തം ഭാര്യ ആയിഷയെ പറ്റി വ്യഭിചാരോപണം നടന്നപ്പോ ആ ആയിഷ അത് ചെയ്തിട്ടുണ്ടോ, ആ തെറ്റിൽ പെട്ടുപോയിട്ടുണ്ടോ, അതോ ഇല്ലയോ എന്ന് പോലും റസൂലുള്ളാഹി തങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്നിട്ടാണോ പ്രിയപ്പെട്ടവരെ ആ മസ്ജിദ് നബവിയുടെ അരികിൽ കിടക്കുന്ന, ആ മരണമടഞ്ഞ് കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങളുടെ വേവലാതികൾ പറയുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നത്, സ്വന്തം ഭാര്യ ആയിഷയുടെ വിഷയം അറിയാത്ത ആ പ്രവാചകനാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്? അതല്ല, ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന അല്ലാഹുവാണോ? ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ലോകങ്ങളുടെ രക്ഷിതാവായ, മനുഷ്യരുടെ രക്ഷിതാവായ, മാലിക്കായ, റാസിഖായ, ഖാലിഖായ ആ റബ്ബാണോ? അതോ സ്വന്തം ഭാര്യയെ പറ്റി വ്യഭിചാരോപണം നടന്നപ്പോ അത് സത്യമാണോ കളവാണോ എന്നറിയാത്ത ആ റസൂലാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്? മനസ്സിലാക്കുക, പഠിക്കുക, എന്നിട്ട് ജീവിക്കുക. വെറുതെ അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, മനുഷ്യനെ വെറുതെ അങ്ങ് വിട്ടരച്ചിരിക്കുകയാണെന്ന് മനുഷ്യൻ വിചാരിച്ചിട്ടുണ്ടോ? സുധ എന്ന് പറഞ്ഞ എന്താണെന്ന് അർത്ഥം? അറബികൾ അവരുടെ ഒട്ടകങ്ങൾ മച്ചിയായി കഴിഞ്ഞാൽ, പാല് കിട്ടാതെ പ്രസവിക്കാതെ വയസ്സായി അതിന്റെ മാംസം പോലും ഭക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ കയറുപോലും ഊരിയിട്ട് മരുഭൂമിയിലേക്ക് അഴിച്ചുവിടും. ആ ഒട്ടകം മാസങ്ങളോളം നടക്കും. ആ മരുഭൂമി മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, അതിന് വയസ്സായി പ്രായമായി ഒരു ഉപകാരവുമില്ലാതെ ആ മരുഭൂമിയിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് അങ്ങനെ എവിടെയെങ്കിലും പോയി അത് മരണമടയും. ആ ഒട്ടകത്തിനാണ് സുധ എന്ന് പറയുന്നത്. അതാണ് അള്ളാഹു ചോദിക്കുന്നത്, അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അയ്യുത്രക സുധ, ഇതുപോലെ അവരെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ വേണ്ടിയാണ് ദുനിയാവിലേക്ക് നാം അയച്ചിട്ടുള്ളതെന്ന്. എല്ലാ പ്രിയപ്പെട്ടവരെ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അവന് വേണ്ടി മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ. അത് എങ്ങനെ ചെയ്യണം? റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതുപോലെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയല്ല,
നിങ്ങൾക്ക് തോന്നിയതുപോലെയല്ല. ഖുർആനിൽ അതുണ്ടല്ലോ, ഖുർആനിൽ അതുണ്ടല്ലോ, ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തോന്നിയതുപോലെയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. ആ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ജീവിക്കണം. അതിനാണ് പ്രവാചകൻ അയച്ചിട്ടുള്ളത്. അതാണ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ്, അതാണ് എന്റെ പ്രവാചകൻ. ആ പ്രവാചകൻ പറഞ്ഞ പോലെ ഞാൻ ജീവിച്ച് തെളിയിക്കും എന്ന് സാക്ഷ്യം കൊടുത്തവരാണ് നമ്മൾ. അതുകൊണ്ട് അങ്ങനെ ജീവിച്ചാലേ നാളെ ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും രക്ഷപ്പെടാൻ സാധിക്കും. ഇല്ലാതെ ഒരാളും രക്ഷപ്പെടുന്നു എന്ന് വിചാരിക്കണ്ട. ഇവിടെ നമുക്ക് കൂട്ടുകാരുണ്ടാകും, ഇവിടെ നമ്മുടെ കുടുംബക്കാരുണ്ടാകും, ഇവിടെ നമ്മുടെ അയൽവാസികൾ ഉണ്ടാകും, ഇവിടെ നമ്മുടെ കൂടപ്പിറപ്പുകൾ ഉണ്ടാകും. പക്ഷെ നാളെ റബ്ബിന്റെ കോടതിയിൽ വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, നിങ്ങൾ ഒറ്റക്കൊറ്റക്കായിരിക്കും എന്റെ മുമ്പിൽ വരിക. ഓരോരാളെയും ഒറ്റക്കൊറ്റക്ക് ഞാൻ ചോദ്യം ചെയ്യും. ഓരോരാളും അവർ എങ്ങനെ ജീവിച്ചു, അവന്റെ ആയുസ് എങ്ങനെ ചിലവഴിച്ചു, അവന്റെ സമ്പത്ത് അവൻ എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ അവൻ ചിലവഴിച്ചു എന്ന് പൂർണ്ണമായിട്ട് ഓരോ സെക്കൻഡിനും മറുപടി പറയാതെ അവനെ ഞാൻ വിടൂല. അവന്റെ കാലം അവന് കണക്കാൻ കഴിയൂല. പ്രിയപ്പെട്ടവരെ ആലോചിക്കുക, വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? അവർക്കറിയാമായിരുന്നു. അവർ ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ, എന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്ക്, എല്ലാം നന്മകൾ മാത്രമാണ്. എന്നിട്ട് അവർ പറയുന്നത് അറിയോ? ഫളൻതു അന്നി മുലാഖിൻ ഹിസാബിയ, എനിക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു വിചാരണയെ ഞാൻ നേരിടേണ്ടി വരുമെന്ന്. അവർക്കാണ് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുക. അല്ലാതെ തോന്നിയ പോലെ ജീവിച്ചവർക്കല്ല, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചവർക്കല്ല, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി താടി വടിച്ചവർക്കല്ല, സ്വന്തം നാട്ടുകാർക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി നെരിയാണിക്കടിയിൽ പേറ്റു വലിച്ചഴിച്ച് നടന്നവർക്കല്ല വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുക. പിന്നെ ആർക്ക്? എന്റെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ചെല്ലണം, ആ റബ്ബിനോട് ചോദ്യം ചെയ്യും എന്ന ബോധത്തോടു കൂടി ദുനിയാവിൽ ജീവിച്ചവർക്ക്, അവർക്കാണ് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുക. ഞാൻ പറഞ്ഞു വന്നത് ഈ സംഭവത്തിൽ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പോലും ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, നീ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ തൗബ ചെയ്യ ആയിഷ, നീ ഇസ്തിഗ്ഫാർ ചെയ്യ, അല്ലാഹ് നിനക്ക് പുറത്തു തരും. എന്നിട്ട് ആയിഷ ബീവി ഒന്നും പറഞ്ഞിട്ടില്ല. റസൂൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്റെ ഉപ്പ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും മറുപടി കൊടുക്ക്. റസൂൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ എന്താണ് മോളെ പറയേണ്ടത്? ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എന്തെങ്കിലും മറുപടി പറയും ഉമ്മ. ഉമ്മയും ചോദിച്ചു, ഞാൻ എന്താ മോളെ പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നും കൂടി റസൂലുള്ളാഹി തങ്ങളോട് ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചെരിഞ്ഞു കിടന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഞാൻ അവിടെ നിന്നും ചെരിഞ്ഞു കിടന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു, എന്റെ റബ്ബ് എന്റെ അല്ലാഹ് ഞാൻ നിരപരാധിനിയാണെന്ന് തെളിയിക്കും, ഞാൻ ഒരാളോട് ഒന്നും പറയുന്നില്ല. അതായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ റബ്ബിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ അല്ലാഹ്, എന്റെ റബ്ബ്, ആ റബ്ബുണ്ട് എനിക്ക്, ആരില്ലെങ്കിലും ആ റബ്ബ് എന്നെ സഹായിക്കും. എന്റെ അല്ലാഹു പറയാ, എന്റെ അടിമ അവൻ എങ്ങനെയാണോ എന്നെ പറ്റി ചിന്തിക്കുന്നത് അവനിക്ക് അതേപോലെ ആയിരിക്കും. ഞാൻ എപ്പോഴും കുടിസാക്കുകയാണ്, അള്ളാഹു എന്നെ എപ്പോഴും അടങ്ങേറാക്കുകയാണ് എന്നാണ് മനുഷ്യൻ വിചാരിക്കുന്നതെങ്കിൽ ആ മനുഷ്യൻ എപ്പോഴും അടങ്ങേറായിരിക്കും. ഞാൻ എന്റെ റബ്ബ് എന്നെ എല്ലാ സമയത്തും സഹായിക്കുന്നുണ്ട് എന്റെ റബ്ബ് എന്നെ സഹായിക്കും എന്ന ബോധത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ ആ മനുഷ്യൻ എപ്പോഴും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഞാൻ ഒരാളെയും ബോധിപ്പിക്കുന്നില്ല, എന്റെ റബ്ബ് തെളിയിക്കും. എന്റെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, എനിക്ക് ഖുർആൻ മര്യാദയ്ക്ക് ഓതാൻ അറിയില്ല, ഞാൻ ചെറിയ പ്രായമാണ്, ഖുർആൻ മര്യാദയ്ക്ക് ഓതാൻ അറിയില്ല, ചെറിയ പ്രായമാണ്. ഞാൻ വിചാരിച്ചു അള്ളാഹു എന്തെങ്കിലും റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വപ്നമെങ്കിലും കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞാൻ അവിടെ നിന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഞാൻ ഈ സംഭവം, ഈ വ്യഭിചാരാരോപണം കളവാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുള്ളൂ, നിങ്ങൾ എന്നെ കളവാക്കും. നിങ്ങൾ പറയും ഞാൻ കളവ് പറയുന്നതാണ്. ഇനി ഞാൻ ഇത് സംഭവം ശരിയാണ് എന്ന് ഞാൻ കളവ് പറഞ്ഞാൽ നിങ്ങൾ പറയും ഇവള് പറഞ്ഞത് സത്യമാണെന്ന്. അതുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ടപ്പോൾ യാക്കൂബ് നബി പറഞ്ഞത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഫസബുറുൻ ജമീൽ, ഞാൻ ക്ഷമിക്കുന്നു, എന്റെ റബ്ബിനൊരു മറുപടി പറയും. എന്നിട്ട് ആയിഷ ബീവി പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി ഇറങ്ങി. റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി ഇറങ്ങി. വലാ ഖറജ അഹദുൻ മിൻ അഹ്ലിൽ ബൈതി ഹത്താ ഉൻസില അലൈഹി. അങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ്, ആരും വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. ആ സമയത്താണ് വഹി ഇറങ്ങുന്നത്. ഹത്താ ഇന്നഹു ലയതഹദ്ദറു മിൻഹു മിത്ല അൽജുമാനി മിനൽ അറഖ്.
ആ തണുപ്പ്, ശക്തമായ തണുപ്പ്, ആ തണുപ്പിന്റെ സമയത്തും റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് നിന്നും മുത്തുകൾ ഉതിർന്നു വീഴുന്നത് പോലെ വിയർപ്പ് തുള്ളികൾ വീഴാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി ഇറങ്ങുന്നുണ്ട്. എനിക്ക് മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷത്തോടു കൂടി പറഞ്ഞു ആയിഷയോട്, യാ ആയിഷ, എന്റെ പൊന്നുമോൾ ആയിഷ, അല്ലാഹു അസ്സ വജല്ല ഫഖദ് ബർറഅകി, അല്ലാഹു നീ നിരപരാധിയാണെന്ന് ഖുർആനിൽ ആയത്തിറക്കിയിട്ടുണ്ട്. ആയിഷ, നീ സന്തോഷിക്കുക. ആയിഷ ബീവിക്ക് സന്തോഷ. ആയിഷ ബീവി പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ റസൂൽ എന്തെങ്കിലും സ്വപ്നം കാണുന്ന വിചാരിച്ചത്. ഖിയാമത്ത് നാൾ വരെ മാലോകർ മുഴുവനും പാരായണം ചെയ്യുന്ന ഒരു ആയത്താക്കിയിട്ട് ഞാൻ നിരപരാധിനിയാണെന്ന് അള്ളാഹു ഇറക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ റസൂൽ എന്തെങ്കിലും സ്വപ്നം കാണുന്ന ഞാൻ വിചാരിച്ചത്. ആയിഷക്ക് സന്തോഷായി. പക്ഷെ 15 വയസ്സുള്ള നല്ല കുറുമ്പുള്ള പെണ്ണാണ് ആയിഷ. റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ആയിഷ, നിന്റെ ഭർത്താവിനോട് നീ നന്ദി പറയും, ജസാക്കല്ലാഹ് പറയും. ആയിഷ പറഞ്ഞു, ഇല്ല, പറയൂല. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പറയൂ. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പറയൂ. എനിക്ക് വേറെ ആരും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അതായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളും റബ്ബും തമ്മിലുള്ള ബന്ധം. അതായിരിക്കണം. ചെറിയ പൊന്ന്, ചെറിയ ചെക്കനായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് റസൂൽ പറഞ്ഞെന്താ അറിയോ? ഇഹ്ഫദില്ല, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. തജിദുഹു തുജാഹക, നിനക്ക് ഏത് സന്ദർഭത്തിലാണോ എന്റെ റബ്ബിന്റെ സഹായം എനിക്ക് വേണമെന്ന് തോന്നുന്നത് അവിടെ ഉണ്ടാവും റബ്ബ്, അവിടെ ഉണ്ടാവും നിന്റെ അല്ലാഹ്. ചെറിയ പൊന്നുമോനെ വിളിച്ചിട്ട് പറയാ, ചെറിയ മോനെ, അവിടെ ഉണ്ടാവും റബ്ബ്. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാ മതി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്തോതി ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി എന്ന ആ ആയത്ത് പാരായണം ചെയ്തവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഈ വ്യഭിചാരാരോപണത്തിൽ 3 സഹാബികളും അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പലർക്കും സംശയമാണ് അത് ഞാൻ പറയുന്നത് അതാണ്. സഹാബാക്കൾ സാധാ മനുഷ്യരാണ്, നമ്മളെ പോലെ. നമുക്കുമാകാം അവരെ പോലെ മുത്തഖികൾ, അവരെ പോലെ വലിയകൾ നമുക്കുമാകാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരെ പോലെ തെറ്റാണെന്ന് അറിഞ്ഞാൽ അത് മാറ്റാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് 3 സഹാബാക്കൾ ഈ വ്യഭിചാരാരോപണത്തിന്റെ പേരിൽ 80 അടി ഹദ് നടപ്പാക്കി 3 സഹാബാക്കൾക്ക്. ഹസ്സാൻ ഇബ്നു സാബിത്ത്, മിസ്തഹ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഒരു സ്ത്രീ, അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീയും ഇവർക്ക് 3 പേർക്ക് ഹദ് നടപ്പാക്കി. റസൂലുള്ളാഹി തങ്ങൾ ഭാര്യമാരോട് ചോദിച്ചു. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ പറഞ്ഞെന്താ അറിയോ? പ്രവാചകരെ, ആയിഷനെ പറ്റി എനിക്കറിയാം, ഓള് നല്ല പെണ്ണാ, നിങ്ങൾ ഒരു ബേജാറും വേണ്ട. ഈ പ്രശ്നം വന്ന് കരയുന്ന സമയത്ത് ഉമ്മു റൂമാൻ എന്ന ആയിഷയുടെ ഉമ്മ വന്നിട്ട് പറഞ്ഞെന്താ അറിയോ? മോളെ, നീ കരയണ്ട. ഒരു പ്രവാചകൻ, ഒരു വലിയൊരു നേതാവിന് ഒരു ഭാര്യ, നല്ല സൗന്ദര്യമുള്ള ഒരു ഭാര്യ ഉണ്ട് എന്നറിയുമ്പോ നാട്ടുകാരിങ്ങനെ പലതും പറയും. അതുകൊണ്ട് നീ ബേജാറാകണ്ട മോളെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചവളാണ് ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഈ ആയത്തിറങ്ങി. അതിൽപ്പെട്ട ഒരു സഹാബിയാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയാണ്. മിസ്തഹ് റളിയല്ലാഹു അൻഹു ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയാണ്. ആ സഹാബി, ആ മിസ്തഹ് റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത് അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കസിൻ ബ്രദറാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കസിൻ ബ്രദറാണ് മിസ്തഹ്. അല്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇളയമാന്റെ പെങ്ങളുടെ മകനാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. ചെറുപ്പത്തിലെ ഉപ്പ മരിച്ചിട്ട് ചെറുപ്പം മുതൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് പോറ്റി വളർത്തുന്നത് ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ. ചെറിയ പ്രായം മുതൽ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് സകല ചിലവും കൊടുത്ത് പോറ്റി വളർത്തിയത് ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ 15 വയസ്സുള്ള മകളെ പറ്റിയിട്ടാണ് ഈ വ്യഭിചാരാരോപണത്തിൽ ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹു അകപ്പെട്ടു പോയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ അറിയോ? എന്റെ മകളെ പറ്റി പറഞ്ഞവൾക്ക് ഇനി ഞാൻ ഒരു തരി ഭക്ഷണം ഞാൻ കൊടുക്കൂല, 1 റിയാൽ പോലും ഞാൻ കൊടുക്കൂല ചെലവെന്ന്. അപ്പൊ അല്ലാഹു ചോദിച്ച ചോദ്യം എന്താ അറിയോ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? പിന്നെന്താ കൂടെയുള്ളവർക്ക് പുറത്തു കൊടുക്കാത്ത? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാ, വല്ലാഹി വല്ലാഹി, സ്വന്തം 15 വയസ്സുള്ള സ്വന്തം മകളെ പറ്റി വ്യഭിചാരാരോപണം നടത്തി സ്വന്തം ചെലവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഞാൻ ചെലവിന് കൊടുക്കൂല എന്ന് പറഞ്ഞ അള്ളാഹ് ആയത്തിറക്കിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന ആ ഉപ്പ പറഞ്ഞെന്താണെന്നറിയോ? വല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം, മിസ്തഹ് മരിക്കുന്നത് വരെയുള്ള ചെലവ് പൂർണ്ണമായിട്ടും ഞാൻ തന്നെ കൊടുക്കും.
മിസ്തഹ മരിക്കുന്നവരെയുള്ള ചെലവ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ആരെങ്കിലും എന്തൊക്കെ തെറ്റ് ചെയ്ത് പോയി എന്ന് പറഞ്ഞിട്ട്, എന്തെങ്കിലുമൊക്കെ പിഴവുകൾ സംഭവിച്ചു എന്നും പറഞ്ഞ്, എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ട് എന്നും പറഞ്ഞ് സ്വന്തം ജ്യേഷ്ഠ സഹോദരന്മാർ, ഏട്ടനനിയന്മാർ തമ്മിൽ പിണങ്ങി നിൽക്കുക. ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം എന്തെങ്കിലും നിങ്ങൾക്ക് അവരിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം ആരുടെയെങ്കിലും ഒരു ഏട്ടൻ, സ്വന്തം സഹോദരൻ തന്റെ 15 വയസ്സുള്ള മോളെ പറ്റി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ നാട്ടുകാരാണെങ്കിൽ നിങ്ങളെ പറ്റി ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നത്? ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന അള്ളാഹുവിന്റെ വലിയായിട്ടുള്ള സഹാബി പറയാ, മരിക്കുന്നത് വരെ മിസ്തഹിന് ഞാൻ ചെലവിന് കൊടുക്കും. അതാണ് പ്രിയപ്പെട്ടവരെ സഹാബാക്കൾ. അങ്ങനെ ആവണം നമ്മൾ, അങ്ങനെ ജീവിക്കണം. അതുകൊണ്ടാണ് ആരാണ് വിജയി എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നല്ല ശുദ്ധമായ മനസ്സിന്റെ ഉടമയാണ് വിജയി. അവന്റെ മനസ്സിൽ ഒരാളോട് പകയുണ്ടാവൂല, ഒരാളോട് ദേഷ്യം ഉണ്ടാവൂല. ഇനി അവനെ പറ്റി എന്ത് പറഞ്ഞവനാണെങ്കിലും ശരി, എന്ത് ചെയ്തവനാണെങ്കിലും ശരി, അവനെല്ലാവർക്കും വിട്ടുവീഴ്ച കൊടുക്കും, അവനെല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. അവനാണ് മുത്തഖികൾ, അവനാണ് വലിയകൾ. അങ്ങനെ ഒരു മുത്തഖിയാവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. الحمد لله وكفى والصلاة والسلام على نبي الذي اصطفى أما بعد فيا أيها الناس اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു എങ്ങനെയാണോ കൽപ്പിച്ചിട്ടുള്ളത്, അള്ളാഹു എങ്ങനെയാണോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ ആ കൽപ്പനകൾ മുഴുവനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും, അതുപോലെ തന്നെ അള്ളാഹു എന്തെല്ലാമാണോ ചെയ്യരുത്, അതിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതെല്ലാം ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റി നിർത്തി ഒരു വലിയായിട്ട് മുത്തഖിയായിട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം എന്ന് ഞാൻ ഉപദേശിക്കുകയാണ്. എന്നുള്ള തഖ്വയോടുകൂടി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിൽ വലിയായിട്ട് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരായിട്ട് ഏതൊരു പ്രയാസഘട്ടത്തിലും എന്റെ റബ്ബ് എനിക്കുണ്ട് എന്ന് പറയുന്നിടത്ത് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന രൂപത്തിൽ ഒന്ന് കൈ ഉയർത്തി മേൽപോട്ട് നോക്കിയാൽ ആ റബ്ബ് ദുആക്ക് ഉത്തരം നൽകുന്ന രൂപത്തിൽ വലിയാവാൻ, തഖ്വയുള്ള ആളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും യാ അല്ലാഹ് നീ പുറത്ത് മാപ്പാക്കി താ അല്ലാഹ്. യാ അല്ലാഹ് നിന്റെ അടിമകളാണ്, നീ ശിക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് അർഹരാണ്, നിന്റെ ശിക്ഷക്ക് അർഹരാണ്. പക്ഷെ നീ പാപങ്ങൾ പുറത്തു തരികയാണെങ്കിൽ നീ ഗഫൂറും റഹീമും അസീസുമായ അള്ളാഹുവാണ്. യാ അല്ലാഹ് നമ്മുടെ പാപങ്ങളെല്ലാം നീ പുറത്തു താ അല്ലാഹ്. യാ അല്ലാഹ് നിന്റെ ഈ അടിമകളോട് നീ കരുണ കാണിക്കണേ റബ്ബേ. യാ അല്ലാഹ് മുത്തഖീങ്ങളായിക്കൊണ്ട് സാലിഹീങ്ങളായിക്കൊണ്ട് ജീവിച്ച് ഇസ്ലാമോട് ഈമാനോടുകൂടി മരണപ്പെടാനും, ഈമാനോടുകൂടി ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി തൗഹീദോടുകൂടി മരണപ്പെടാനും, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നബിമാരുടെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ, സഹാബത്തിന്റെ കൂടെ, ശുഹദാക്കളുടെ കൂടെ നമ്മളെ നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണേ റബ്ബേ. يا الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.